കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മലയോര മേഖലയിലെ ചെറുതും വലുതുമായ സ്വകാര്യ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വന്യമൃഗങ്ങളുടെ താവളമാകുന്നു. മനുഷ്യരും വളർത്തുമൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമായി. ചില തോട്ടങ്ങളിൽ അടിക്കാടുകൾ വളർന്ന് വനത്തിന് തുല്യമായി മാറിയിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരങ്ങളിൽ വലിയ തോതിലാണ് കാടുകൾ വളർന്നിട്ടുള്ളത്. സ്വകാര്യ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വളർന്ന് വനമായി മാറിയ നിലയിലാണ്. ടാപ്പിങ്ങിനായി ചില തോട്ടങ്ങളിലെ ലെവലുകളിലെ കാടുകൾ മാത്രം വെട്ടിയിട്ടുണ്ട്. എന്നാൽ ലെവലിനോട് ചേർന്നുള്ള ഇടക്കച്ചറകൾ വലിയ തോതിൽ കാടായി മാറിയിട്ടുണ്ട്. വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാനകളെ പോലും കാണാൻ കഴിയാത്ത വിധത്തിലാണ് കാടുകൾ വളർന്നിട്ടുള്ളത്. വനത്തോട് ചേർന്ന തോട്ടങ്ങളിൽ മാത്രമല്ല, കിലോമീറ്ററുകൾക്കിപ്പുറം ജനവാസ കേന്ദ്രത്തോട് ചേർന്ന ചില തോട്ടങ്ങളും വലിയ തോതിലാണ് കാട് വളർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അടയ്ക്കാകുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. കാടുകൾ വളർന്നത് കാരണം കടുവയുടെ വരവോ സാന്നിധ്യമോ അറിയാൻ കഴിയാത്തതാണ് പകൽ സമയത്ത് പോലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവാൻ കാരണം. കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ടിലും യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. സ്വകാര്യ തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 2016 പുല്ലങ്കോട് എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫീൽഡ് ഓഫീസർ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷം മുൻപ് കരുവാരക്കുണ്ടിൽ ഒരാൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടിരുന്നു. ഇത്തരം ആക്രമണങ്ങൾക്കെല്ലാം കാരണം വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. വനത്തോട് ചേർന്ന ചെറുതും വലുതുമായ സ്വകാര്യ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തോടെ വനമേഖലയിൽ ജോലി ചെയ്യാൻ ടാപ്പിംഗ് തൊഴിലാളികൾ മാത്രമല്ല, മറ്റു തൊഴിലാളികളെയും ലഭ്യമാകാത്ത അവസ്ഥയുമുണ്ട്. ഇതിനിടയിലാണ് മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം കൂടി ഉണ്ടായത്. വനത്തിൽ നിന്നും ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കുറ്റിക്കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കുകയും അങ്ങാടികളോട് ചേർന്ന പ്രദേശങ്ങളിൽ പോലും സാന്നിധ്യം കാണപ്പെടുകയും ചെയ്യുന്നു. നാട്ടിൻപുറങ്ങളിലെ ഇത്തരം കുറ്റിക്കാടുകളും വന്യമൃഗങ്ങളുടെ താവളമാകുന്ന അവസ്ഥയാണുള്ളത്. വനത്തോട് ചേർന്ന തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് ഉടമകൾ തയ്യാറാകണമെന്നും ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.